എന്താ നിയമപാലക? അങ്ങയുടെ സത്പുത്രൻ അവതരിച്ചോന്നറിയാൻ വേണ്ടിട്ട് വന്നതാ. എവിടെ നിങ്ങളുടെ മോൻ? അവനെ വിളിക്ക്. വിഭീഷേ, വിഭീഷേ. രക്ഷപ്പെട്ടാലേ. അതപകട. പുറത്ത് ഇയാളുടെ കൂടെ വന്ന വേറെ പോലീസ് ഉണ്ടാവും. നമ്മൾ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോടാ? ഇല്ല സാർ. നിയമപാലക, എന്റെ മകൻ ചെയ്ത തെറ്റെന്താണെന്ന് ആദ്യം പറയൂ, എന്നിട്ട് മതി ഈ ചോദ്യം ചെയ്യല്. ഞാനും ഇവനെ ചോദ്യം ചെയ്തിരുന്നു. അവൻ പൊതുസ്ഥലത്ത് പുകവലിക്കുകയോ മൂത്രശങ്ക തീർക്കുകയോ ചെയ്തിട്ടില്ലെന്ന് എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എടോ, ഇതൊക്കെയാണോ ഇത്ര വലിയ കുറ്റങ്ങള്? അവൻ ആരെ കൊന്നിട്ടില്ലെന്നും പറഞ്ഞു. ആ, ഈ കാലത്ത് അതും വലിയ കുറ്റമൊന്നുമല്ല. കാശുണ്ടെങ്കിലേ പാട്ടും പാടി അങ്ങ് ഇറങ്ങി പോവാ. പിന്നെ ഇവൻ ചെയ്ത കുറ്റം എന്താ? ഒളിച്ചോട്ട കേസിലെ പ്രതിയെ സഹായിച്ചു. അതും കളക്ടേഴ്സ് ദമ്പതികളുടെ മകൾ പൂജയെ കടത്തിക്കൊണ്ടുപോയ കേസിലെ മുഖ്യ പ്രതി ആദിത്യനെ. നിയമപാലക, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മകനോട് ചോദിക്ക്, അവൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താടാ, എന്താ ഈ കേൾക്കുന്നതൊക്കെ? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ബെച്ച, അമിതാ ബെച്ച, ഒന്നും അറിയാത്ത ഒരു പൊന്നു മോൻ. അവനെ കൊണ്ടുപോകരുത്. എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നിനക്കൊന്നും അറിയില്ലെങ്കിൽ കൃത്യം ഈ വീടിന്റെ മുന്നിൽ എങ്ങനെയാണ് അവന്റെ ഫോൺ സിഗ്നൽ കാണിച്ചത്? അതും അവസാനമായിട്ട്. സെന്റ് മേരീസിൽ പഠിച്ച ആദിത്യനും പൂജയും അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ പഠിച്ച നീ അറിയാതെ എങ്ങനെയാണ് അപ്രത്യക്ഷമാവുന്നത്? അത്രയുള്ള കാര്യം. എന്താ, അതൊരു കാര്യമല്ലേ? ആ പിള്ളേരുടെ കൂടെ ഇവൻ പഠിച്ചത് ഇവന്റെ കുറ്റമല്ലല്ലോ. ഏറ്റവും ശിക്ഷയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവർ എവിടെയെന്ന് ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഇവനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആഹാ, എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഒരു തെളിവുമില്ലാതെ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തെളിവില്ലെന്ന് സർവശ്രീ മാർത്താണ്ഡംപിള്ളയോട് ആരാ പറഞ്ഞേ? തെളിവുണ്ട്. എന്ത് തെളിവ്? അവനും ഇവനും തമ്മിൽ ബന്ധമില്ലെങ്കിൽ എന്തിനാ ഇവൻ ഇന്ന് അവന്റെ വീട്ടിൽ പോയത്? അതച്ഛാ, നീ എന്താടാ വിചാരിച്ചത്? ഞാൻ നിന്നെ തിരിച്ചറിയത്തില്ലെന്നോ? രാവിലെ ആദിത്യന്റെ വീട്ടിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടല്ലടാ. നേരെ പറയടാ, എന്തിനാ നീ അവിടെ പോയത്? ആദ്യം അന്വേഷിച്ചു. എന്നിട്ട് നീ എവിടെ പോയെന്നാടാ എന്നോട് പറഞ്ഞത്? നേര് പറയടാ, ആ പിള്ളേർക്ക് എന്താ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞില്ലേ അച്ഛാ? ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാൻ അവന്റെ വീട്ടിൽ പോയി എന്നുള്ളത് സത്യമാ. അവൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പോരുകയും ചെയ്തു. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയില്ല.